Day-to-day administration and management of a society is vested with സംഘത്തിലെ ദൈനംദിന കാര്യങ്ങൾക്കുള്ള മേൽനോട്ടം വഹിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. സെക്രട്ടറി അല്ലെങ്കിൽ MD ആയിരിക്കും. ദ ഡേഷ് ഈസ് ദ ഐറ്റംസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദ ബോർഡ് മീറ്റിംഗ്. ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെ അജണ്ട എന്നാണ് പറയുക. ദ ഡേഷ് ഈസ് ദ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഓഫ് എ സൊസൈറ്റി. സംഘത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റായി അറിയപ്പെടുന്നത് പ്രസിഡന്റ് ആണ്. ദ മിനിമം ഏജ് ടു ബിക്കം എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. സഹകരണ സംഘത്തിൽ അംഗത്വം ലഭിക്കാനുള്ള മിനിമം ഏജ് 18 വയസ്സാണ്. പക്ഷേ സ്റ്റുഡൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ പ്രായം ബാധകമല്ല. എ ഡേഷ് ഈസ് സെൻഡ് ടു എ കസ്റ്റമർ വെൻ ഹി റിട്ടേൺസ് ദ ഗുഡ്സ്. വിൽപ്പന നടത്തിയ സാധനങ്ങൾ തിരികെ ലഭിക്കുമ്പോൾ കസ്റ്റമർക്ക് നൽകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട് എന്നുള്ളത്. സെയിൽസ് റിട്ടേൺ നൽകുന്ന സ്റ്റേറ്റ്മെന്റ്. ഇന്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വാസ് ലോഞ്ച്ഡ് ബൈ. ICDP ആരംഭിച്ചത് NCDC ആണ്. ഡേഷ് തിയറി എക്സ്പ്ലെയിൻസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു ഗോൾഡ് സ്റ്റാൻഡേർഡ് കൺട്രീസ്. ഗോൾഡിനെ അടിസ്ഥാനപ്പെടുത്തി എക്സ്ചേഞ്ച് റേറ്റ് കണക്കാക്കുന്ന രീതിയായി പറയുന്ന പേരാണ് മിന്റ് പാരിറ്റി തിയറി എന്നുള്ളത്. The committee dealt with the computerization in banking sector in 1983 is headed by. ബാങ്കിംഗ് മേഖലയിൽ കമ്പ്യൂട്ടറൈസേഷൻ ഏർപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി ഡോക്ടർ C. രംഗരാജൻ കമ്മിറ്റിയാണ്. ഡേഷ് is the reserve kept with the central bank by the commercial bank of their total deposit in the form of cash. ക്യാഷ് ആയിട്ട് കൊമേഴ്സ്യൽ ബാങ്കുകൾ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപിക്കുന്ന റിസർവിനെ പറയുന്ന പേര് CRR എന്നാണ്. ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ബാങ്ക്സ് ഹാവ് ടു ഇൻവെസ്റ്റ് 13% ഓഫ് ദെയർ ഡെപ്പോസിറ്റ്സ് ഇൻ സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റീസ്, ബോണ്ട്സ്, ഗോൾഡ് എക്സെട്ര. ദിസ് പെർസെൻറ്റേജ് ഈസ് നോൺ ആസ്. കൊമേഴ്സ്യൽ ബാങ്കുകൾ ഡെപ്പോസിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളിലും ബോണ്ടുകളിലും ഗോൾഡുകളിലും നിക്ഷേപിക്കേണ്ടതുണ്ട്. ആ പെർസെൻറ്റേജിനെ പറയുന്ന പേരാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്. 3 copies of signature of a person who opens an account with a bank is given to the bank for future transaction is called. ഒരു ബാങ്ക് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ അവരുടെ 3 സൈൻസ് ബാങ്കിന് നൽകുന്നു. ആ സൈൻസിനെ പറയുന്ന പേരാണ് സ്പെസിമെൻ സിഗ്നേച്ചർ എന്നുള്ളത്. Dash is a method by which the central bank seeks to limit the maximum amount of loans and advances and also in certain cases fix a ceiling for specific categories of loans and advances. സെൻട്രൽ ബാങ്ക് കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഓരോ കാറ്റഗറിയിൽ നൽകുന്ന വായ്പകളെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡാണ് റേഷനിങ് ഓഫ് ക്രെഡിറ്റ് എന്നുള്ളത്. When the central bank buys and sells the government securities, bills and securities of private companies is termed as. സെൻട്രൽ ബാങ്കുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റികളോ ബില്ലുകളോ മറ്റു പ്രൈവറ്റ് കമ്പനിയുടെ സെക്യൂരിറ്റികളോ വാങ്ങി വിൽപ്പന നടത്തുന്ന രീതിയെ പറയുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നുള്ളത്. ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ വെൻ ഹി വിസിറ്റ്സ് ദ സൊസൈറ്റി ഫോർ ഓഡിറ്റ് ഈസ്. സഹകരണ സംഘങ്ങളിൽ ഒരു ഓഡിറ്റർ ആദ്യമായി ചെയ്യേണ്ട ഡ്യൂട്ടി എന്നുള്ളത് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആണ്. The annual general body of a cooperative society should be convened dash and the board meeting should be convened in dash. ഒരു സഹകരണ സംഘത്തിലെ ആനുവൽ ജനറൽ ബോഡി ചേരേണ്ടത് വർഷത്തിൽ ഒരു പ്രാവശ്യവും ഭരണസമിതി യോഗം ചേരേണ്ടത് മാസത്തിൽ ഒരു തവണയുമാണ്. Decision to conduct election to the new committee of a cooperative society shall be taken by. സംഘത്തിൽ ഇലക്ഷൻ വരുമ്പോൾ ആ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം എടുക്കേണ്ടത് ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയാണ്, പ്രസന്റ് കമ്മിറ്റിയാണ് തീരുമാനം എടുക്കേണ്ടത്. An officer appointed to wind up the affairs of the society is called. ഒരു സംഘം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുന്ന ഓഫീസറെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ. While furnishing the audit report by the auditor, bank accounts should be supported by dash of the concerned banks. ഒരു സഹകരണ സംഘത്തിന് ഫിനാൻസിംഗ് സംഘങ്ങളിലും മറ്റു ബാങ്കുകളിലും അക്കൗണ്ടുകൾ ഉണ്ടാകാം. ആ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് നൽകേണ്ട സ്റ്റേറ്റ്മെന്റ് ആണ്
കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് ആ സ്പെസിഫൈഡ് ബാങ്കിൽ നിന്നാണ് ലഭിക്കുക. ദ ഫൈനൽ അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ദ മെമ്പേഴ്സ് ഓഫ് KS കാർഡ് ബാങ്ക് ആർ. KS കാർഡ് ബാങ്കിലെ മെമ്പേഴ്സ് PCARDBയും സ്റ്റേറ്റ് ഗവൺമെന്റുമാണ്. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഈസ് ദ ഡെഫിനേഷൻ ഓഫ് കോർപ്പറേഷൻ പുട്ട് ഫോർത്ത് ബൈ ഹൊറേസ് പ്ലങ്കറ്റ് എന്ന വ്യക്തിയാണ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന ഡെഫിനേഷൻ മുന്നോട്ട് വെച്ചത്. ICA ഒബ്സർവ് ദ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ എവരി ഇയർ ഓൺ സിൻസ് 1923. 1923 ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ ICA ആചരിച്ചു വരുന്നു. അത് ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ്, ജൂലൈയിലെ ആദ്യത്തെ ശനിയാഴ്ച. എവരി പ്രൊപ്പോസൽ ഫോർ അമെൻമെന്റ് ഓഫ് ബൈലോസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി പാസ്ഡ് ബൈ ഇറ്റ്സ് ഡേഷ് വിത്ത് ഡേഷ് മെജോറിറ്റി. ഒരു സംഘത്തിലെ ബൈലോ അമെൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ബോഡി ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ 2/3 മെജോറിറ്റിയോടുകൂടി ആ അമെൻമെന്റ് പാസ്സാവുകയും വേണം. ദ ബുക്ക് റെക്കോർഡിംഗ് ദ ഡിസിഷൻസ് ടേക്കൺ ഇൻ ദ ബോഡി മീറ്റിംഗ്സ് ഈസ് കോൾഡ്. ഭരണസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ പറയുന്ന പേര് മിനിറ്റ്സ് ബുക്ക് എന്നാണ്. ഡാഷ് ഓഡിറ്റ് മീൻസ് ദ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടക്ടഡ് ബിറ്റ്വീൻ 2 ഫൈനൽ ഓഡിറ്റ്. 2 ഫൈനൽ ഓഡിറ്റിന്റെ ഇടയ്ക്ക് നടത്തുന്ന ഓഡിറ്റിനെ പറയുന്ന പേരാണ് ഇന്ററിംഗ് ഓഡിറ്റ് എന്നുള്ളത്. Subscribe now and press the bell icon. Never miss an update.